ഹലോ, നമസ്കാരം. കുറേ നാളിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഇന്നലെയായിരുന്നു കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സും പിന്നെ അതിന് ഞാൻ ചെയ്തിട്ടുള്ളൊരു കേക്കുമാണ്. അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. മോളുടെ 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെന്നെയായിരുന്നു കാര്യമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഋതുവിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് എന്നെ സംബന്ധിച്ച് എന്നും ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്താണെങ്കിലും ചോക്ലേറ്റ് ബേസ്ഡ് ആയിരിക്കണം ചെയ്യേണ്ടത്. കാരണം അവൾക്ക് വേറൊരു ഫ്ലേവറും താല്പര്യമില്ല. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓതൻറ്റിക് ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. പക്ഷേ കഴിഞ്ഞ 20 ദിവസത്തോളമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടഡ് ചെറിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ എവിടെ നിന്ന് എനിക്ക് കിട്ടുന്നേ ഇല്ല. കുറേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് കുറച്ച് എന്നുവെച്ചാൽ വെരി സ്മോൾ എമൗണ്ട് ഓഫ് ചെറി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു പ്രശ്നം പറ്റി. എൻ്റെ കയ്യിൽ റമ്മ് തീർന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് സോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റമ്മ് മേടിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുന്നില്ല. കാരണം ചെറി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ റമ്മിൻ്റെ ഒരു കുറവുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ ഓത്തൻറ്റിക് പ്രിപ്പറേഷൻ പോലെ തന്നെ ചെറി ഉണ്ട്, അതുപോലെ തന്നെ ഷാൻറ്റി ക്രീം ഉണ്ട്. സാധാരണ നമ്മൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഷാൻറ്റി ക്രീം തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ചോക്ലേറ്റ് ഷേവിങ്സ് വെച്ചിട്ടാണ് കവർ ചെയ്യേണ്ടത്. മേലെ ചെറിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മളതിൽ ദാരിദ്ര്യമാണല്ലോ, ചെറി ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ചോക്ലേറ്റ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ട്, അതായത് ഫ്രോസ്റ്റിംഗ് കംപ്ലീറ്റ്ലി ചോക്ലേറ്റ് തന്നെ വെച്ചിട്ട് അങ്ങനെ കേക്ക് ഫിനിഷ് ചെയ്യാം എന്നുള്ളത്. ഞാനിങ്ങനെ എക്സൈറ്റഡ്ലി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ എനിക്കൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടി. കാരണം നമ്മൾ പണ്ടേ ഇവിടെ കാണുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതിന് എല്ലാം കൊണ്ടും ഡിഫറെൻ്റ് ആണല്ലോ ഒത്തൻറ്റിക് ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ അത് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഹോം മെയ്ഡ് ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയാമല്ലോ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ആ ഒരു രീതിക്കുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കാൻ കൊതിച്ചിരിക്കുക തന്നെയായിരുന്നു ഞാനും. അങ്ങനെ ഇത് കഴിക്കുമ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ട് പറഞ്ഞു, ഇതിനകത്ത് ഐസ്ക്രീമാണോ അതുപോലെ ഇരിക്കുന്നു എന്നൊക്കെ. ഈ ഷാൻറ്റി ക്രീമിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഈ ഒരു സ്ലൈസ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഉള്ളതാണ് ഇന്ന് രാവിലെ. ഇന്നത്തേക്കാണെങ്കിൽ ഇത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ചെറിയാണ് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നം. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ചെറി. എന്നാലും അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ടേസ്റ്റ് ആ ഒരു ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്ത് പോകും എന്നുള്ളതാണ്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, മിഡിൽ പോർഷൻ, ഉഫ്, ഹെവൻലി. അത്രയും എനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ. അതുമാതിരിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഇനി വേറെ വീഡിയോയിൽ വരാം. പിന്നെ 21st തൊട്ടിട്ട് 30th വരെ ഞാൻ കൊച്ചിയിലുണ്ടായിരിക്കില്ല കേട്ടോ. ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 days ഓഫാണേ. താങ്ക് യു.